ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കിഡിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇതിന് കോഴിക്കാൽ അല്ലെങ്കിൽ ചിക്കൻ ഡ്രംസ്റ്റിക്ക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസില്ലേ, അതിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ശരിക്കും ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റമായിട്ട് മാറും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കോഴിക്കാലിലേക്ക് വേണ്ടുന്ന ചിക്കൻ ഞാനിവിടെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനോ ബീഫോ എടുക്കട്ടെ, ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. നോർമൽ ഫ്രൈയിങ് ആണ്. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ വേവിച്ചെടുക്കുക. അതിനുശേഷം ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത്രയേ പരിപാടിയുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയുന്നതന്നെയല്ല, പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. അതുപോലെ തന്നെ ചിക്കൻ്റെ അളവിലൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക കേട്ടോ. എത്രത്തോളം കടിക്കാൻ വേണോ അതിനനുസരിച്ച് ചിക്കൻ എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 350-400 ഗ്രാമിൻ്റെ ഇടയിലായിട്ടാണ് ചിക്കൻ പീസസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും മതി. എൻ്റെ ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എണ്ണ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണേ. പിന്നെ നമുക്ക് ഈ ഒരു കോഴിക്കാലിലേക്ക് വേണ്ടുന്ന കുറച്ച് വെജീസ് വേണം. നമ്മുടെ ക്യാബേജ്, ക്യാരറ്റ്, സവാള കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഷവർമ ഫില്ലിംഗ് ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ പോകുന്നത്. പക്ഷേ തക്കാളി ആവശ്യമില്ല കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം മൊത്തത്തിൽ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ല, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മയോണൈസും അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ടയുടെ മയോണൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മയോണൈസ് പിന്നെ എല്ലാവർക്കും അറിയുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ മയോണൈസ് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഈ ഒരു ഫില്ലിങ്ങിലേക്ക് അത് നിർബന്ധമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ നീളത്ത് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സൈഡ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മിഡിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ നീളത്തിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഓവർ നേരിയതും പാടില്ല, എന്നാൽ നല്ല കട്ടിയും വേണ്ട കേട്ടോ. ഒരു പാകത്തിന് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും അറിയാലോ, അതേ നോർമൽ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം നമുക്കിത് ആ കാലിൻ്റെ ഷേപ്പാക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, മൊത്തത്തിൽ ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഓവർ നേരിയതാവരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫില്ലിംഗ് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം ഇതിലേക്ക്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ക്യാബേജ്, നിങ്ങൾക്ക് എത്രത്തോളം ക്യാബേജ് വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളെ ചിക്കൻ്റെ അളവിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തായാലും മനസ്സിലാവും, അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചത് മൊത്തത്തിൽ തന്നെ ഇടുന്നില്ല, ആദ്യം ഒരു 2 പിടി ഇതുപോലെ ഇട്ടിട്ട് നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ, അതും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതാകുമ്പോൾ ഓവർ അതിൽ നിന്ന് കടിക്കുകയില്ല, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും ഇതുപോലെ കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതും ഞാൻ മൊത്തത്തിൽ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഞാൻ ഏകദേശം 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. കുരുമുളക് പൊടി നിങ്ങൾ എരിവ് നോക്കിയിട്ട് മാത്രമേ ഇടണേ, ചിക്കനിലൊക്കെ അത്യാവശ്യം മുളക് ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും നോക്കുക. നമ്മളിപ്പോൾ ചിക്കനിലൊക്കെ ഇട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല, ഇനി ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മയോണൈസൊക്കെ ചേർത്തതിന് ശേഷം ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മസാല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എല്ലാം ഒരേ രീതിക്ക് ബാലൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ചിക്കൻ അത്യാവശ്യം കാണുന്നുണ്ട്, എന്നാൽ കുറച്ച് ക്യാബേജും സംഭവങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പോൾ ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ മയോണൈസ് മിക്സ് ആക്കരുത് കേട്ടോ. കാരണം വെള്ളം പോലെ ആയി പോകുമല്ലോ നമ്മുടെ ഫില്ലിങ്, കാരണം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മയോണൈസ് എപ്പോൾ ഇടണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ കോഴിക്കാലിലേക്ക് വേണ്ടുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ളൊരു മാവ് റെഡിയാക്കി കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ എൻ്റെത് ഇപ്പോൾ 250 ml കപ്പാണ് കേട്ടോ. അതിൽ 2 കപ്പ് അളവിൽ മൈദ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയോടൊന്നും ചെയ്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ ആ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ആ ഒരു പെർഫെക്റ്റ് ലുക്കും കിട്ടില്ല കേട്ടോ. മൈദ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു ലുക്കും ഷേപ്പൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും രണ്ടും ചേർത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചവെള്ളം ഒഴിച്ച് നോർമൽ നമ്മൾ ഡോ റെഡിയാക്കി എടുക്കുമല്ലോ, അങ്ങനെ അങ്ങ് കുഴച്ചെടുക്കാം, നമ്മൾ ഇറച്ചിപ്പത്തിരിക്കൊക്കെ റെഡിയാക്കുന്ന പോലെ. അപ്പോൾ നന്നായിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കാരണം മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കി മാറ്റുക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സോഫ്റ്റ്നെസ് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഓരോരോ സ്റ്റെപ്പ് റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കട്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇല്ല, അത് ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓരോന്നും ആദ്യം തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമ്മുടെ പരിപാടി കഴിയും. അതിന് ശേഷം ഞാൻ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടിയതാണ്. പിന്നെ ഞാൻ 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഒരു 2-3 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഓവർ കൂടേണ്ട, ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കുന്നത്. എന്നിട്ട് ഇതിനെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് വെക്കുക. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ഫസ്റ്റ് തന്നെ അവിടെ റെഡിയാക്കി വെക്കുക കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് മയോണൈസ് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ, ലാസ്റ്റ് സ്റ്റേജിലേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം മയോണൈസ് അതിൽ നിന്ന് ഒലിച്ച് വരുമല്ലോ. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണായിട്ട് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ചിട്ട് കുറേ ഒന്നിച്ച് തന്നെ ഒഴിക്കരുത് കേട്ടോ. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക, എന്നിട്ട് മിക്സ് ആക്കുക, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഓവർ അങ്ങനെ മയോണൈസിൻ്റെ ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഫില്ലിങ്ങിൽ എല്ലാ സൈഡിലൊന്ന് കോട്ടായി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മയോണൈസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഓവർ ആവണ്ടേ, ഈ ഒരു മിക്സിങ് മതി. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്തെടുക്കാം. നമ്മുടെ ഇതുപോലെ ബോർഡിൽ കുറച്ച് പൊടി തൂക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ഇല്ല, അതിൽ നിന്ന് നമ്മൾ പൂരിക്കൊക്കെ ബോളാക്കി എടുക്കുമല്ലോ, കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് ബോൾ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുക കേട്ടോ. ഓവർ അങ്ങനെ വലുപ്പം വേണ്ട, നമുക്ക് വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡ്രം സ്റ്റിക്കിൻ്റെ, അതായത് കോഴിക്കാലിൻ്റെ വലുപ്പവും കൂടും, അത്രയേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നും. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക, നന്നായിട്ട് പരത്തിയെടുക്കുക. ഓവർ തിക്കായിട്ട് പരത്തണ്ട കേട്ടോ, കുറച്ച് നേരിയതായിട്ട് തന്നെ പരത്തിയെടുത്തതിന് നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണായിട്ട് ഫില്ലിങ് എത്രത്തോളം വേണം, അത് നിങ്ങളുടെ ഷീറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫില്ലിങ് വെക്കുക കേട്ടോ. കുറച്ച് വെക്കണേ, എങ്കിലല്ലേ നമ്മുടെ കോഴിക്കാല് നിങ്ങൾക്ക് അറിയാമല്ലോ, ചിക്കൻ്റെ കാല് എന്ന് പറയുന്നത് ഒരു സൈഡ് കുറച്ച് ഇറച്ചി കൂടുതലുള്ള സൈഡില്ല, അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചധികം ഫില്ലിങ് വെക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒന്നിച്ചിങ്ങനെ പിടിച്ചെടുക്കുക, നമ്മുടെ ഷീറ്റാണ് പിടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇല്ല, അതിൻ്റെ ഒരു സ്റ്റിക്ക് ഇതുപോലെ എടുത്തിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് പൊട്ടാറ്റോയിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇളകില്ല, കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം കൂട്ടിപ്പിടിച്ചിട്ട്, എന്നിട്ട് ഇതുപോലെ കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്, അപ്പോൾ അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ പരിപാടി. ഇത് നിങ്ങൾക്ക് ഞാൻ ഇപ്പം വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ചെയ്യുമ്പോൾ സിമ്പിളാണ് കേട്ടോ, ഫില്ലിംഗ് ഒന്നും ഒരുപാട് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ആദ്യം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, നോർമൽ നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്തെടുക്കുമല്ലോ അതുപോലെ മുട്ടയുടെ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, പിന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ 2 തവണ കോട്ട് ചെയ്യുക കേട്ടോ, ഡബിൾ കോട്ടിങ് ചെയ്യണം, എങ്കിലേ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇറച്ചിപ്പത്തിരിയൊക്കെ റെഡിയാക്കുന്ന പോലെ എല്ലാത്തിലും ഫില്ലിങ് ഒന്നിച്ച് നിറക്കരുത് കേട്ടോ. നിങ്ങളുടെ ചീനച്ചട്ടി, അതായത് പാത്രത്തിൻ്റെ വലുപ്പം നോക്കുക, നിങ്ങൾ ഫ്രൈ ആക്കുന്ന പാത്രത്തിൻ്റെ ആ പാത്രത്തിൽ എത്ര എണ്ണം കൊള്ളുന്നു
എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ആദ്യം മസാല റെഡിയാക്കുക. എന്നിട്ട് അത് ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ചുട്ടെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫില്ലിങ്ങോ ആദ്യം തന്നെ നിറച്ച് വെച്ചതിന് എന്താ സംഭവിക്കുന്നതൊക്കെ നമ്മളിതിൽ മയോണൈസ് ഇട്ടതല്ലേ, അപ്പോൾ ഇതിൻ്റെ ഷീറ്റൊക്കെ കുതിർന്ന് പോകും കേട്ടോ. അപ്പോൾ ഷീറ്റൊക്കെ കീറി വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഫ്ലോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. അല്ലാതെ ഈ 1-2 ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു കോഴിക്കാൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു തവണ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്യുക. അങ്ങനെ 2 തവണ ഡബിൾ കോട്ടിങ് നിർബന്ധമാണ് കേട്ടോ, എങ്കിലേ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ടല്ലേ, ചിക്കൻ്റെ ആ ഒരു ലെഗ് പീസിൻ്റെ ഷേപ്പ് തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും പരിപാടിയില്ല, ഡയറക്റ്റ് ഇതാ ഞാൻ ഇവിടെ ചൂടാകാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 2 എണ്ണ ഇട്ടിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. സിമ്പിളാണ് കേട്ടോ, അതിന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ എടുക്കരുത് കേട്ടോ. കാരണം ഉള്ളിലുള്ള ആ ഷീറ്റും പൊട്ടാറ്റോ ഒക്കെ പച്ചയാണല്ലോ, വേവാനുണ്ട്. അതുകൊണ്ട് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണേ, അല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുക്കുക കേട്ടോ. എൻ്റെതിപ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ ഇടുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചൊരു കളറിലൊരു വ്യത്യാസം തോന്നുന്നില്ലേ. അതെന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസ് ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെ സാധാരണ വാങ്ങിക്കില്ല, ഇന്ന് ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നേ. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, ഒരു കളർ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഓരോ കമ്പനിയുടേതായിരിക്കാം, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര കറുപ്പ് പോലെ എന്തായാലും ഇല്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ ആക്കുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അല്ലാതെ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയിലുള്ള കളർ കണ്ടിട്ട് വിചാരിക്കേണ്ട ഭയങ്കരമായിട്ട് കറുപ്പിക്കണം എന്നുള്ളത്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഓപ്പണായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, എൻ്റെ ബ്രെഡ് ക്രംസിന് പറ്റിയിട്ടുള്ള പണിയാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത്. ഞാനങ്ങനെ വാങ്ങിക്കാറില്ലായിരുന്നു, അപ്പോൾ ഇന്ന് ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ചെയ്തത്. അപ്പോൾ എന്തോ ഒരു കളർ വ്യത്യാസം എനിക്ക് തോന്നുന്നു, റോസ്റ്റ് ചെയ്തത് അവരുടെ അടുത്ത് നിന്ന് കൂടിപ്പോയി, അങ്ങനെ എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ട് ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വന്നില്ല. ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കോഴിക്കാൽ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ മുക്കി കഴിക്കാം, വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും വെറുതെ പറയല്ല, എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്